السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد. روضة العلم ബഹുമാന്യരായ പണ്ഡിത സഹോദരങ്ങളെ, അസ്സമാഇലുൽ മുഹമ്മദിയ പാർട്ട് 3 രണ്ടാമത്തെ ഹദീസ്. حدثنا حميد بن مسعدة البصري قال حدثنا عبد الوهاب الثقفي عن حميد عن أنس بن مالك قال كان رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു റബ്അത്തൻ, ഒരൊത്ത മനുഷ്യനായിരുന്നു. ലൈസ ബിത്തവീലി വലാ ബിൽ ഖസീരി, അധികം നീളമുള്ളവരോ വലാ ബിൽ ഖസീരി, കുറിയവരോ അല്ല. ഹസനൽ ജിസ്മി, ശരീരം വളരെ ഭംഗിയുള്ളവരായിരുന്നു. വകാന ശഅറുഹു ലൈസ ബിജഅദിൻ വലാ സബ്തിൻ, റസൂലുള്ളാന്റെ മുടി അത് ജടക്കുത്തിയതോ സബത്ത് എന്ന് പറഞ്ഞാൽ നീണ്ട് നേർത്തതോ അല്ല. അസ്മറൽ ലൗനി, നിറം തവിട്ട് നിറമായിരുന്നു എന്ന് പറഞ്ഞാൽ ചുവപ്പു കലർന്ന വെളുപ്പ് നിറം ആയിരുന്നു. ഇദാ മശ യതകഫഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുമ്പോൾ യതകഫഉ, മുന്നോട്ടാഞ്ഞുകൊണ്ടുള്ള ഒരു നടത്തമാണ്. റബ്അത്ത് എന്ന് പറഞ്ഞാൽ ബി ഫത്ഹിർ റാഇ വസുകൂനിൽ മുവഹദതി വയജൂസു ഫത്ഹുഹ. റബ്അത്ത് ബാഇന് ഫത്ഹും ചെയ്യാം. ബി മഅനൽ മർബൂഇൽ ഖൽഖി, ഒരു സൃഷ്ടിപ്പ് ഒത്ത ഒരു മനുഷ്യനായിരുന്നു. ലൈസ ബിത്തവീലി വലാ ബിൽ ഖസീരി എന്നുള്ളത് തഫ്സീറുൻ ലി കൗനിഹി റബ്അത്തൻ, റസൂലുള്ളാഹ് റബ്അത്താണ്, ഒരു ഒത്ത മനുഷ്യനാണ് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമാണ്. റസൂലുള്ളാഹ് തവീലോ ഖസീറോ അല്ല എന്ന് പറഞ്ഞത്. വഫീ ബഅദി റിവായാത്തി അൻ അബീ ഹുറൈറത, അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ചില റിവായത്തുകളിലുണ്ട് കാന റബ്അത്തൻ വഹുവ ഇല തൂലി അഖറബ, നബി തങ്ങൾ ഒത്ത മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ തന്നെ നീളത്തിലേക്കാണ് അടുത്തത്, അല്ലാതെ കുറിയവരാവുക എന്ന ആ അവസ്ഥയിലേക്ക് അടുത്തവരല്ല, നീളം എന്ന ആ അവസ്ഥയിലേക്കാണ് അടുത്തത്. ഇതിൻ്റെയൊക്കെ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഹസനൽ ജിസ്മി എന്ന് പറഞ്ഞ ഐ ലൗനൻ വ നുഊമതൻ വഅ്തിദാലൻ ഫിത്തൂലി വല്ലഹമി, ശരീരം ഭംഗിയുള്ളവരായിരുന്നു, വളരെ ഭംഗിയുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഐ ലൗനൻ നിറത്തിനാലും, വ നുഊമതൻ മാർദ്ധവത്തിനാലും, ശരീരത്തിന്റെ മിനുസം മാർദ്ധവം, വഅ്തിദാലൻ ഫിത്തൂലി വല്ലഹമി, നീളത്തിന്റെ വിഷയത്തിലും ശരീരത്തിലെ മാംസത്തിന്റെ വിഷയത്തിലും തടിയുടെ കാര്യത്തിലൊക്കെ ഒരു മധ്യനിലയിലാണ്. ഇതാണ് ശരീരം വളരെ ഭംഗിയുള്ളവരാണ് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ. ഇത് തഅമീമും ബഅദ തഖ്സീസിൻ, തഖ്സീസിന്റെ ശേഷം തഅമീമാണ്. നേരത്തെ ആ പറഞ്ഞതിന്റെ ഓരോ നിലക്കുമുള്ള ഖാസായ രൂപങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് ആമായിട്ട് പറഞ്ഞതാണ് ശരീരം വളരെ ഭംഗിയുള്ളവരാണ് എന്നുള്ളത്.
അപ്പോ ഹസനൽ ജിസ്മി എന്ന് പറഞ്ഞ മുഅ്തദിലൽ ഖൽഖി മുതനാസിബൽ അഅ്ളാഇ സൃഷ്ടിപ്പ് മധ്യനിലയിലുള്ളവർ, അവയവങ്ങളെല്ലാം അനുയോജ്യവും ഒരുപോലെയും തമ്മിൽ ഒത്തുവരികയും ചെയ്ത രീതിയിൽ ആണ് റസൂലുള്ളാഹ്. അവിടുത്തെ അവയവങ്ങളെല്ലാം അനുയോജ്യവും പരസ്പരം അനുയോജ്യമായതും ഒക്കെ ഒരുപോലെയും, ഒരു കാലം നീളം ഒരു കാലം നീളം കുറവ് അങ്ങനെ ഒന്നുമില്ല, ഒക്കെ തമ്മിൽ ഒത്തുവരികയും ചെയ്ത രീതിയിലാണ് അവിടുത്തെ ശരീരം. ആ നിലക്ക് ഭംഗിയുള്ളതാണ്. ബാജൂരി പേജ് 15, ജംഉൽ വസാഇൽ 1:14, മുനാവി 1:14. വകാന ശഅറുഹു ലൈസ ബിജഅദിൻ വലാ സബ്തിൻ. ഐ ലൈസ ബിജഅദിൻ എന്ന് പറഞ്ഞാൽ ഐ ശദീദൽ ജുഊദത്തി, ശക്തമായി ജടക്കുത്തിയതല്ല. വലാ സബ്തിൻ എന്നായി ശദീദ സുബൂതത്തി, വല്ലാതെ കണ്ട് നീണ്ടു നേർത്തതും അല്ല. ബൽ കാന ബൈന ദാലിക, രണ്ടിന്റെയും ഇടയിലുള്ള ഒരവസ്ഥയിലാണ് റസൂലുള്ളാഹിന്റെ മുടിയുള്ളത്. ലിമാ തഖദ്ദമ അൻ അനസിൻ, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. അന്നഹു കാന ശഅറുഹു ബൈന ശഅറൈനി, റസൂലുള്ളാഹിന്റെ മുടി രണ്ട് മുടിന്റെ ഇടയിലാണ്. ലാ റജിലിൻ സബ്തിൻ വലാ ജഅദിൻ ഖത്തത്തിൻ, അത് നീണ്ട് നേർത്ത രീതിയിലുള്ള മുടിയല്ല, എന്നാൽ വല്ലാതെ കണ്ട് ജടക്കുത്തിയതുമല്ല. ബൽ കാന വസ്തൻ, മധ്യനിലയിലായിരുന്നു ആ മുടിയുടെ അവസ്ഥ. അല്പം ചെറിയൊരു ചുരുളലും അല്പം നീണ്ടിട്ടും. വഖൈറുൽ ഉമൂരി ഔസാത്തുഹ, മധ്യനിലയിലാവുക എന്നുള്ളതാണല്ലോ ഏതൊരു കാര്യത്തിന്റെയും ഉത്തമ നില എന്ന് പറയുന്നത്. ബാജൂരി പേജ് 15. ഇവിടെ റസൂലുള്ളാഹിന്റെ മുടി ലൈസ ബിജഅദിൻ വലാ സബ്തിൻ എന്നാണ്, മുടിക്കാണ് ജഅദ് സബ്ത് എന്നുള്ളത് കൊണ്ട് വിശേഷണം പറഞ്ഞത്. മുമ്പ് മുടി ഉടയവർക്കുള്ള വിശേഷണമായിട്ടാ പറഞ്ഞത്. റസൂലുള്ളാഹ് ആയിരുന്നു. റസൂലുള്ളാഹ് വലാ ബിൽ ജഅദിൽ ഖത്തത്തി വലാ ബിൽ സബ്തി എന്നാണ് മുമ്പ് പറഞ്ഞത്. അപ്പൊ അവിടെ റസൂലുള്ളാഹിക്ക്, അതായത് ഈ മുടി ഉടയ ആൾക്കുള്ള വിശേഷണമായിട്ടാണ് ജഅദ് സബ്ത് എന്നുള്ളതിനൊക്കെ പറഞ്ഞത്. അത് അങ്ങനെ രണ്ട് സ്ഥലത്ത് രണ്ട് വിധത്തിൽ, രണ്ട് ഹദീസിൽ രണ്ട് വിധത്തിൽ ആക്കിയത്. ലി ബയാനി അന്ന കുല്ലം മിൻഹുമാ യൂസഫു ബിദാലിക, മുടിക്കും ഇങ്ങനെ ഈ വിശേഷണം പറയാം, ആ മുടി ഉടയ ആൾക്കും ഈ വിശേഷണം പറയാം എന്നുള്ളത് ബയാൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഇങ്ങനെയും പറയാം. വല്ലാഹിറു അന്ന നിസ്ബത്തഹുമാ ഹുനാ അലൽ ഹഖീഖത്തി വ ഹുനാക അലാ ഹദ്ഫി മുളാഫിൻ. അവിടെ ഒരു മുളാഫ് കളഞ്ഞിട്ടാണെന്ന് വെച്ചാൽ മതി, ഇവിടെ അതിന്റെ ഹഖീഖത്തൻ രീതിയിൽ തന്നെ കൊണ്ടുവന്നു. ഈ രണ്ട് വസ്ഫിനെ ചേർത്തി കൊണ്ടുവന്നത് ഇവിടെ ഹഖീഖത്ത് നിലക്ക് തന്നെയാണ്, മുടിയിലേക്ക് തന്നെയാണ് ചേർത്തേണ്ടത്. അവിടെ ഒരു മുളാഫ് കളഞ്ഞിട്ടാണെന്ന് വെക്കുക. അതല്ലെങ്കിൽ മുബാലഗത്തിന് വേണ്ടി പറഞ്ഞതാണ്, റജുലുൻ അജ്ലു എന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ മുബാലഗത്തിന് വേണ്ടി പറഞ്ഞതാണ് എന്ന് വെക്കുക. അങ്ങനെയും പറയാം. ജംഉൽ വസായില് 1:14, ബാജൂരി പേജ് 15, മുനാവി 1:14. അസ്മറൽ ലൗനി യുരീദു നഫിയൽ ബയാദിൽ ഖവിയ്യ്. ഈ അസ്മറൽ ലൗനി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശക്തമായ വെളുപ്പിനെ
നിരാകരിക്കലാണ്. ഹുംറത്തിൻ ഖലീലത്തിൻ നേരിയ ഒരു ചുവപ്പോടുകൂടെ. അപ്പോ ഫലായുനാഫി മാ സബഖ മിൻ ഖൗലിഹി വലാ ബിൽ ആദമി അൽ മുറാദു ബിഹി ഷദീദി സംറത്തി. അപ്പൊ അത് മുമ്പ് പറഞ്ഞതിനോട് എതിരല്ല. അവിടെ റസൂലുള്ള ആദമ് അല്ല എന്ന് പറഞ്ഞാൽ ഷദീദ സംറത്ത്, ശക്തമായ തവിട്ട് നിറം എന്ന ആ അർത്ഥത്തിൽ ആ നിറമുള്ളവരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ന തവിട്ട് നിറമുള്ളവരാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം റസൂലുള്ള ശക്തമായ വെളുപ്പ് അല്ല എന്ന് പറയലാണ് ഉദ്ദേശം. ജംഉൽ വസായിൽ 1:14. ഇദാ മശാ യതകഫഉ, റസൂലുള്ള നടക്കുമ്പോ യതകഫഉ, അത് മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞുകൊണ്ടുള്ള ഒരു നടത്തം. ഐ യത്തമായലു ഇലാ ഖുദ്ദാമിൻ, റസൂലുള്ള മുന്നോട്ട് ഇങ്ങനെ ചായും. കസഫീനത്തി ഫീ ജറീഹ, ഒരു കപ്പൽ ഇങ്ങനെ അത് സഞ്ചരിക്കുമ്പോ മുന്നോട്ട് ഇങ്ങനെ ചെറിയ ഒരു ചായലുണ്ടാവും എന്നതുപോലെ. വഫീ ബഅദി നുസഖി, ചില നുസ്ഖകളിൽ യതകഫഉ എന്നുള്ളിടത്ത് ഇദാ മശാ യതവക്കഉ എന്നുണ്ട്. യതകഫഉ എന്നുള്ളത് ഹംസ കൊണ്ടും ഹംസ കൂടാതെയും യതകഫ. ഐ യമീലു ഇലാ സനനിൽ മശി, നടക്കുന്ന വഴിയിലേക്ക് ഇങ്ങനെ ചായും മുന്നോട്ട്. വഹുമാ ബൈന യദൈഹി, നടക്കുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ തന്റെ മുന്നിലുള്ള ആ സ്ഥലം. ഐ യമീലു ഇലാ ബൈന യദൈഹി മിൻ സുർഅത്തി മശീഹി, മുന്നിലേക്ക് ചായും തന്റെ നടത്തത്തിന്റെ വേഗത കാരണത്താൽ. കമാ തതകഫഉ സഫീനതു ഫീ ജറീഹ. അപ്പോ വയുഅയ്യിദുഹു ഫിൽ ഖബറിൽ ആതി, ഖൗലുഹു ഫിൽ ഖബറിൽ ആതി, വരാൻ പോകുന്ന ഒരു ഹദീസിൽ ഇതിനെ ശക്തിപ്പെടുത്തുന്ന വാക്കുണ്ട്. കഅന്നമാ യൻഹതു മിൻ സബബിൻ ഐ മുൻഹദിരിൻ മിനൽ അർളി, ഈ ഭൂമിയിൽ നിന്നുള്ള ചെരിഞ്ഞ സ്ഥലത്തേക്ക്, താഴ്ന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് പോലെ മുന്നോട്ട് ആഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ നടത്തം. വഫസ്സറ ബഅ്ളുഹും യതകഫഉ, യതകഫഉ എന്നതിനെ ചില പണ്ഡിതന്മാർ തഫ്സീർ പറഞ്ഞത് ബി കൗനിഹി യസ്റഉ ഫീ മസ്യിഹി കന്നഹു യമീലു താറത്തൻ ഇലാ യമീനിഹി വ താറത്തൻ ഇലാ ശിമാലിഹി ഫിൽ മസ്യി, നടത്തത്തിൽ തങ്ങൾ ഉടരി നടക്കും, വേഗത്തിൽ നടക്കും, തങ്ങൾക്ക് ശാരീരികമായ ഒരു പ്രയാസമില്ല ഏതു സമയത്തും ആ രീതിയിൽ. കന്നഹു യമീലു താറത്തൻ ഇലാ യമീനിഹി, ചിലപ്പോ വലത്തോട്ട് ചായുന്നത് പോലെ, ചിലപ്പോ നടത്തത്തിൽ ഇടത്തോട്ട് ചായുന്നത് പോലെ. അപ്പൊ ഇങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. വല്ലവൽ അദ്ഹറു, മുന്നോട്ട് ആഞ്ഞുകൊണ്ടുള്ള ആ നടത്തമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതാണ് അദ്ഹറായത്. ഇനി യതവക്കഉ എന്ന ചില നുസ്ഖ അനുസരിച്ച് അവിടെ അർത്ഥം മഅന യതവക്കഉ യഅ്തമിദു അലാ റിജ്ലൈഹി കഅ്തിമാദിഹി അലൽ അസാ, ഒരു വടിയുടെ മേൽ ചാരണം കൊള്ളുന്നത് പോലെ തന്റെ രണ്ടു കാലിന്റെ മേൽ അവിടുന്ന് ചാരണം കൊള്ളും. വമാ ദുക്കിറ മിൻ കൈഫിയത്തി മസ്ജിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പോ റസൂലുള്ളാഹിന്റെ ഈ നടത്തത്തിന്റെ രൂപം പറഞ്ഞല്ലോ, അത് മശിയത്തു ഉലിൽ അസ്മി വൽ ഹിമ്മത്തി, നല്ല മനക്കരുത്തും ഉൾശക്തിയും ഉള്ള ഒരാളുടെ നടത്തമാണ്, അവരുടെ നടത്തമാണ് ഈ നടത്തം എന്നുള്ളത്. വഹുവ അഅ്ദലുൽ മശയാത്തി വ അർവഹുഹാ ലിൽ അഅ്ളാഇ, നടത്തത്തിൽ ഏറ്റവും മിതമായ ഒരു നടത്തവും അവയവങ്ങൾക്കൊക്കെ വളരെ ആശ്വാസം ലഭിക്കുന്ന നടത്തവുമാണ് ആ നടത്തം എന്ന്
ഇതിനെ ഇമാമുകൾ വിശദീകരിക്കുന്നു. വൽഹാസിലു മിൻഹുമ, ഈ രണ്ട് രൂപങ്ങളുടെയും ആകത്തുക പറഞ്ഞാൽ അന്ന ഖതവാതിഹി കാനത്ത് മുത്തസിഅത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ചവിട്ടുകളും വിശാലമായതായിരുന്നു. ലാ മുത്തഖാരിബത്തൻ, അടുത്തടുത്ത ചവിട്ടടികളല്ല. ഖതവാത്തിൽ മുഖ്താലീന, അഹങ്കാരികളായ ആളുകളുടെ നടത്തം ആ രീതിയിലാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ അല്ല. മുനാബി 2:15, ജംഉൽ വസാഇൽ 1:15, മുനാബിയും 1:15, ജംഉൽ വസാഇൽ 1:15, ബാജൂരി പേജ് 16. അടുത്ത ഹദീസ് حدثنا محمد بن بشار قال حدثنا محمد بن جعفر قال حدثنا شعبة عن أبي إسحاق قال سمعت البراء بن عازب رضي الله عنه وعنهم يقول كان رسول الله صلى الله عليه وسلم رجلا مربوعا بعيد ما بين المنكبين عظيم الجمة إلى شحمة أذنيه عليه حلة حمراء ما رأيت شيئا قط أحسن منه كان رسول الله صلى الله عليه وسلم رجلا رسول الله റജിലായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ റാഇന് ഫത്ഹ് കൊണ്ട് ജീമിന് കസ്ർ കൊണ്ട് പിന്നെ അല്ലദീ ബൈനൽ ഹുവല്ലദീ ബൈനൽ ജുഊദത്തി വസ്സുബൂതത്തി. റസൂലുള്ളാഹ് ജടക്കുത്തലിന്റെയും നീണ്ട് നേർത്തതാവലിന്റെയും ഇടയിലുള്ളവരായിരുന്നു മുടി എന്നർത്ഥം. നേരത്തെ വിശദീകരിച്ചതാണ്. അതായത് ശഅറു റജിലുൻ ഇദാ ലം യകുൻ ശദീദൽ ജുഊദത്തി വലാ ശദീദസ് സുബൂതത്തി ബൽ ബൈനഹുമാ. ഇതാണ് ശഅറും റജിലുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇദാ ലം യകുൻ ശദീദൽ ജുഊദത്തി വലാ ശദീദസ് സുബൂതത്തി ബൽ ബൈനഹുമാ. ശക്തമായ ജടക്കുത്തിയതോ ശക്തമായി നീണ്ടു നേർത്തതോ അല്ലാത്ത രണ്ടിന്റെയും ഇടയിൽ ഒരു മധ്യനിലയിൽ ഉള്ള മുടി, അങ്ങനെയുള്ളവരായിരുന്നു. അപ്പൊ എന്ന് ജീമിന് വന്നുകൊണ്ട് ചില റിവായത്തുകളിലുണ്ട് അവലംബയോഗ്യമായ. അപ്പോ അർത്ഥം വ്യക്തമാണ്. വഹുൽ മുഖാബിലുൽ മർഅത്തി വമഅനാഹു വാദിഹുൻ. റസൂലുള്ള ഒരു തികഞ്ഞ പുരുഷനായിരുന്നു എന്നാണ് അപ്പർത്ഥം വരിക. ജംഉൽ വസായിൽ 1:16, ബാജൂരി 17. മർബൂഅൻ, റസൂലുള്ള മർബൂആയിരുന്നു എന്ന് പറഞ്ഞാൽ റബുഅത്ത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹുബിമായ റബുഅത്തി, റബുഅത്തിന്റെ മാനാക്ക് തന്നെയാണ്. വഖദ് അലിംത അന്നഹു തഖരീബിയുൻ. റബുഅത്ത് എന്ന് പറയുമ്പോൾ അത് ഒരു ഏകദേശമാണ്, അല്ലാതെ എല്ലാ തഹദീദിലും കൃത്യമായ രീതിയല്ല. അപ്പൊ വലാ യുനാഫി അന്നഹു യദീബു ഇല തൂലി. അപ്പൊ റസൂൽ പിന്നെ ഈ തൂലിലേക്കാണ് അടുത്തു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനോട് എതിരല്ല. അപ്പൊ ഇവിടെ ഏകദേശം ഒരൊത്ത മനുഷ്യനാണ് എന്ന നീളം എന്ന ആ ഒരു വിശേഷണത്തിലേക്കാണ് കൂടുതൽ അടുത്തത്. ബഈദ മാ ബൈനൽ മങ്കിബൈനി, റസൂലുള്ള രണ്ട് ചുമലിന്റെ ഇടയിലുള്ള ഒന്ന് ബഈദായവരാണ്. ബുഐദ് എന്നും ബഈദ് എന്നും റുവിയ ബിത്തക്ബീരി വത്തസ്ഗീരി. തക്ബീർ കൊണ്ടും എന്ന് പറഞ്ഞാല് ബഈദ്, തസ്ഗീർ കൊണ്ടാകുമ്പോൾ ബുഐദ്. രണ്ട് നിലക്കും ഇവിടെ റിവായത്ത് വന്നിട്ടുണ്ട്. മാ മൗസൂലയാണ്.
അതല്ലെങ്കിൽ മൗസൂഫത്താണ്, അതിൽ മക്ക സായിദല്ല. മങ്കിബൈനി എന്നുള്ളത് മങ്കിബിന്റെ തസ്നയാണ്, ചുമല് എന്നാണ് അർത്ഥം വരിക. അപ്പോ നബിതങ്ങൾ രണ്ട് ചുമലിന്റെ ഇടയിലുള്ള ഒന്ന് ബഈദായവരാണ് എന്ന് പറഞ്ഞാൽ വൽ മുറാദു ബി കൗനിഹി ബഈദ മാ ബൈനൽ മങ്കിബൈനി അന്നഹു അരീദുൻ അഇലൽ വഹരി, അരീദു അഹിലൽ വഹരി, മുതുകിന്റെ മേൽഭാഗം വീതിയുള്ളവരായിരുന്നു റസൂലുള്ളാഹ്. അപ്പൊ റസൂലുള്ളാഹിന്റെ മുതുകിന്റെ മേൽഭാഗം വീതിയുള്ളവരാണ്. വയൽസമുഹു അന്നഹു അരീദു സദ്രി, മുതുകിന്റെ മേൽഭാഗം വീതിയുള്ളവരാകുമ്പോ അതിനെ തൊട്ട് ലാസിമായി വരും നെഞ്ച് വീതിയുള്ളവരാവുക എന്നുള്ളത്. വമിൻ തമ്മ ജാഅ ഫീ റിവായത്തിൽ, വേറൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് റഹീബൽ സദ്രി എന്നാണ്. റഹ്ബ സദ്രി എന്നുണ്ട്, റഹീബ സദ്രി എന്നുണ്ട്. അപ്പോ ഇത് നെഞ്ച് വിശാലമാണ് എന്നുള്ളതിന്റെ, ഹൃദയം വിശാലമാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. മുതുകിന്റെ മേൽഭാഗം വീതിയുള്ളവരാണ് എന്നതിന്റെ ലാസിമായി വരുന്ന കാര്യമാണ് നെഞ്ച് വീതിയുള്ളവരാവുക എന്നുള്ളത്. വദാലിക ആയത്തുൻ നജാബത്ത്, ഇത് നജാബത്തിന്റെ അടയാളമാണ്. നജാബത്ത് എന്ന് പറഞ്ഞാൽ ഉദാരത. ഈ നെഞ്ച് വീതിയുള്ളവരാണ്, വിശാലമായവരാണ് എന്ന് പറയുമ്പോൾ അത് ഉദാരനാണ് എന്നതിന്റെ അടയാളമാണ്. നജാബത്തിന് ഉദാരത എന്നും ഉന്നത കുലജാതൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ നബിതങ്ങൾ ഉദാരനാണ് എന്നതിന്റെ സൂചനയാണ് ഈ ചുമലിന്റെ ഇടയിലുള്ള മുതുകിന്റെ മേൽഭാഗം വീതിയുള്ളവരാവുക എന്നുള്ളത്. തീര മുഅ്ദു മാ ബൈനൽ മങ്കിബൈനി കിനായത്തുൻ അൻ സഅത്തി സ്വദ്രി വശറഹിഹി, രണ്ട് ചുമലിന്റെ ഇടയിലുള്ള ഒന്ന് വീതിയുള്ളവരാവുക എന്നുള്ളത് കിനായത്തുൻ അൻ സഅത്തി സ്വദ്രി വശറഹിഹി അദ്ദാലി അലൽ ജൂദി വൽ വഖാരി, അത് നെഞ്ച് വിശാലമാണ് എന്നുള്ളതിന്റെ സൂചനയാണ് അത് എങ്കിൽ ആ നെഞ്ച് വിശാലമാണ് എന്നുള്ളത് അറിയിക്കുന്നുണ്ട് അവിടുത്തെ ജൂദിന്റെ മേൽ, അവിടുന്ന് വല്ലാതെ ഉദാരനാണ്, ധർമ്മം ചെയ്യുന്നവരാണ്, ആള് വക്കാറുള്ളവരാണ് എന്നതിന്റെ മേലൊക്കെ ഇത് അറിയിക്കുന്നുണ്ട്. ബാജൂരി 17, ജംഉൽ വസായിൽ 1:17, മുനാവിയും 1:17. ചില റിവായത്തിൽ തസ്ഗീർ കൊണ്ട് ബുഐദ് എന്നാണ് ഉള്ളത് എന്ന് പറഞ്ഞല്ലോ. അത് ഇഷാറത്തൻ ഇലാ തഖ്ലീലിൽ ബുഅദിൽ മദ്കൂരി, മേൽ പറയപ്പെട്ട ഈ അകലം വീതി കുറവാണ് എന്നതിലേക്ക് സൂചന. ഐ അന്ന കൂലമാ ബൈന മങ്കിബൈഹി ഷരീഫൈനി, അവിടുത്തെ ശ്രേഷ്ഠമായ രണ്ട് ചുമലിന്റെ ഇടയിലുള്ള തോല് ലം യക്കു മുതനാഹിയൻ ഇലൽ അർദി, അത് വീതി കൊണ്ട് അങ്ങേ അറ്റം ആയതായിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഒരു ഇഴ്തിദാൽ, ഒരു മിതമായ നിലയിലാണ് എല്ലതും ഉള്ളത്. അതിനോട് എതിരായി വരുന്ന അങ്ങേയറ്റത്ത് വീതി എന്ന അർത്ഥത്തിലല്ല. അപ്പോ ആ നിലക്കാണ് നബിതങ്ങളുടെ ഈ രണ്ട് ചുമലിന്റെ ഇടയിലുള്ള വീതി എന്ന് അറിയിക്കാനാണ്, അതിലേക്ക് സൂചനയാണ് ബുഐദ് എന്ന ആ പ്രയോഗം. അപ്പൊ അങ്ങനെ ചില റിവായത്തിലുണ്ട്. 1:17 ജംഉൽ വസായിലിന്റെയും മുനാവിയുടെയും, ബാജൂരി പേജ് 17, മുന്തഹസ്സൂർ 1:196. റഹബുസ്സജ്രി, റഹീബസ്സജ്രി എന്നൊക്കെ പറഞ്ഞ വേറെ റിവായത്തിൽ അരീവസ്സജ്രി
എന്നുമുണ്ട്. നെഞ്ച് അരീവായവർ, വീതിയുള്ളവർ. ഇമാം ഖാദി ഇയാദിന്റെ ഷിഫായിൽ വാസിഅ സദ്രി എന്നും വന്നിട്ടുണ്ട്, നെഞ്ച് വാസി ആയവർ. വഫിൽ മവാഹിബി റഹബ സദ്രി, മവാഹിബിൽ വന്നിട്ടുള്ളത് റഹബ സദ്രി എന്നാണ്. അർത്ഥം ഒന്ന് തന്നെ, വാസിഅ സദ്രി എന്നൊക്കെ തന്നെയാണ്, നെഞ്ച് വിശാലമായവർ എന്ന് തന്നെയാണ് അർത്ഥം. വൽ അർദു, അർദ് എന്ന് പറഞ്ഞത് ഖിലാബു തൂരി, നീളത്തിന്റെ എതിരാണ് അർദ് എന്ന് പ്രയോഗിക്കുക. ബൈബിൾ കഥയോ. അപ്പോ വീതി, നെഞ്ച് വിശാലമാണ് എന്നർത്ഥം, വീതിയുള്ളവരാണ്. അപ്പൊ അത് റസൂലുള്ളാഹിന്റെ ആ ഉദാരതയെയും അവിടുത്തെ ജൂദിന്റെ മേലൊക്കെ അറിയിക്കുന്നുമുണ്ട്. അളീമൽ ജുമ്മത്തി, റസൂലുള്ളാഹിന്റെ മറ്റൊരു വിശേഷണമാണ് ജുമ്മത്ത് തിങ്ങിയവരാണ് നബി തങ്ങൾ. ഇലാ ശഹ്മത്തി ഉദനൈഹി, ആ ജുമ്മത്തിന്റെ ആ തിങ്ങിയ മുടി അത് തന്നെ രണ്ട് ചെവിയുടെ തൊട്ടി വരെ ചേർന്നതായ നിലക്ക്. അപ്പോ തിങ്ങിയ ആ മുടി രണ്ട് ചെവിയുടെ തൊട്ടി വരെ തിങ്ങിയിട്ടുണ്ടാവും ജുമ്മത്തിന്റെ. അവിടുന്ന് അങ്ങോട്ടുള്ളത് തിങ്ങിയിട്ടില്ല, നേരിയ നിലക്കാണ്. കാരണം മുടി കീഴ്പോട്ട് ഇറങ്ങും തോറും മുടി കട്ടി കുറയും, നേരിയതാവും, തിക്കം കുറയും. റസൂലുള്ളാഹിന്റെ മുടിയെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങൾ പറയുന്ന റിവായത്തുകളിൽ ജുമ്മത്ത്, വഫ്രത്ത്, ലിമ്മത്ത് എന്നിങ്ങനെ 3 വിധത്തിലാണ് പറയുക. ഒരു റിവായത്തിൽ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് വമാ റഅയ്തു മിൻ ദീ ലിമ്മത്തിൻ അഹ്സന മിന്നു, ലിമ്മത്ത് ഉടയവരിൽ റസൂലുള്ളാഹിനെക്കാൾ ഭംഗിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. വേറൊരു റിവായത്ത് അനുസരിച്ചുകൊണ്ട് കാന യളീബു ശഅറുഹു മൻകിബൈ, റസൂലുള്ളാഹിന്റെ മുടി 2 ചുമലിലേക്ക് ചേരുമായിരുന്നു. വേറെ റിവായത്തിൽ ഇല അൻസാബി ഉദിനൈഹി വ ആതിഖിഹി, 2 ചെവിയുടെ പകുതി വരെ, അതുപോലെ പെരടി വരെ. അപ്പൊ ഇതൊക്കെ ദാലിക്കൽ ഇഖ്തിലാഫിൽ ഔഖാത്തി, പല സമയങ്ങളുടെയും വ്യത്യസ്തത അനുസരിച്ചു കൊണ്ടാണ് ഇങ്ങനെ പല നിലക്കും വരുന്നത്. ബലഗത്തിൽ മങ്കിബ, ആ മുടിയെ വട്ടലിനെ തൊട്ട് റസൂലുള്ളാഹി അശ്രദ്ധവാനാവുമ്പോൾ അത് ചുമരിലേക്ക് എത്തും. വൈദാ ഖസ്സറഹ, വെട്ടുകയോ കളയുകയോ ചെയ്ത, ചില സ്ഥലങ്ങളിൽ പിന്നെ വെട്ടുകയോ, വൈദാ ഖസ്സറഹു ഔ ഹലഖഹു, വെട്ടുകയോ കളയുകയോ ചെയ്താൽ കാനത്തില അൻസാഫി ഉദിനൈ, 2 ചെവിയുടെ ആ പകുതി വരെ ഉണ്ടാകും. അപ്പൊ കാന യഖ്സുറു യതൂലു, അപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ചുരുങ്ങുകയും നീളലും ഒക്കെ ഉണ്ട്. ബിഹസ്ബി ദാലിക, ഇതിന്റെ അവസ്ഥ അനുസരിച്ചുകൊണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ ആ വ്യത്യസ്തമായ സമയങ്ങൾക്കനുസരിച്ചു കൊണ്ടാണ് മുടിയുടെ നീളവും ചുരുക്കവും ഒക്കെ എന്ന് ഇമാമുകൾ വിശദീകരിക്കുന്നുണ്ട്. ഷറഹ് മുസ്ലിം 2258, മുനാവി 1:17 അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ജുമ്മത്ത് എന്ന് പറഞ്ഞ മാ സഖത്ത മിൻ ശഅരി റഅസി വ വസല ഇലൽ മൻകിബൈൻ, തലയിലെ മുടിയിൽ നിന്ന് അത് വീണിട്ടുണ്ട്, താഴ്ന്നിട്ടുണ്ട്, അങ്ങനെ വസല ഇലൽ മൻകിബൈൻ, തലയും വിട്ട് വീണു എന്ന് പറഞ്ഞാൽ തലയും വിട്ട് പുറത്തേക്ക് വന്നു, അങ്ങനെ 2 ചുമലിലേക്ക് ചേർന്നിരിക്കുന്നു. അതാണ് ജുമ്മത്ത്, മുറ്റി വളരുന്ന മുടി എന്ന് നിഘണ്ടുകളിൽ കാണാൻ കഴിയും. വഫ്രത്ത് എന്ന് പറഞ്ഞാൽ ഫയ്യ മാലം യസ്ഇൽ മൻകിബൈൻ, 2 ചുമലിലേക്ക് ചേർന്നിട്ടില്ല, അതാണ് വഫ്രത്ത്. ഇനി ലിമ്മത്ത് എന്ന് പറഞ്ഞ ഫഹിയ, ചെവിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന മുടി എന്നാണ് നിഘണ്ടുകളിലുള്ളത്. ഫഹിയ മാ ജാവസ ശഹ്മത്തൽ ഉദിനി, ചെവിത്തൊട്ടിയെ വിട്ടുകടന്ന മുടി എന്നാണ്. സവാഉം വസല ഇലൽ മൻകിബൈനി ഔല, അത് ചുമലിലേക്ക് ചേരട്ടെ ചേരാതിരിക്കട്ടെ.
അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഹദീസിന്റെ ഈ റിവായത്തിലുള്ളത് അദീമൽ ജുമ്മത്തി ഇലാ ഷഹ്മത്തി ഉദ്നൈഹി. യഥാർത്ഥത്തിൽ രണ്ട് ചെവിത്തൊട്ടി വരെ ആയ നിലക്ക് ജുമ്മത്ത് തിങ്ങിയവർ എന്ന് പറയുമ്പോ അത് വഫറത്തിന്റെ അർത്ഥമാണ്. വഫറത്ത് എന്ന് പറഞ്ഞാലാണ് ചുമലിലേക്ക് എത്താതെ ചെവിത്തൊട്ടിയിലേക്ക് എത്തിയത്. അതിലിവിടെ കൊടുത്ത ജുമ്മത്ത് എന്നാണ്. അപ്പൊ ഇവിടെ ജുമ്മത്തിന് യഥാർത്ഥത്തിൽ വഫറത്തിന്റെ മായന മജാസായിട്ടാണ് എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. അങ്ങനെ ആവുമ്പോ ആ ജുമ്മത്ത് തന്നെ രണ്ട് ചെവിത്തൊട്ടി വരെ ആയ നിലക്ക് എന്ന അർത്ഥം വെക്കുമ്പോൾ ഇരന്റെ മുത്തായാലത്ത് ജുമ്മത്ത് കൊള്ളയാകുമ്പോ ആ ജുമ്മത്ത് തന്നെ വാസിലത്തിന് ഇലാ ഷഹമത്തി ഉദ്നൈഹി എന്ന് വെക്കുമ്പോ അവിടെ ഈ ജുമ്മത്തിന് മജാസായ വഫറത്തിന്റെ അർത്ഥം കൊടുക്കണം. മജാസായിട്ടാണ് അവിടെ ഉപയോഗം എന്ന് വെക്കണം. ഇനി അതല്ല, ഈ ഇരന്റെ മുത്തായാലക്ക് അലീമിന്റെ അവിടുന്ന് ആക്കുക. അതായത് അലീം ആ തിങ്ങിയ മുടി, ജുമ്മത്ത് തിങ്ങിയവർ എന്ന് പറഞ്ഞാൽ തിങ്ങൽ തന്നെ രണ്ട് ചെവിയുടെ തൊട്ടി വരെ ചേർന്ന നിലക്ക്. അപ്പൊ രണ്ട് ചെവിത്തൊട്ടി വരെ മുടി തിങ്ങിയിട്ടാണ്. അവിടുന്ന് അങ്ങോട്ട് ജുമ്മത്ത് തന്നെയാണ് മുടി, അവിടുന്ന് അങ്ങോട്ട് നേരിയതുമാണ്. അപ്പൊ പിന്നെ അവിടെ മജാസായിട്ട് അർത്ഥം വെക്കേണ്ടതില്ല. ജുമ്മത്തിന്റെ അർത്ഥം വെച്ചാൽ മതി. ഈ അലീമിനോട് മുത്തായാലക്കാക്കുക. അങ്ങനെ ബാജൂരി പേജ് 18 വിശദീകരിച്ചിട്ടുണ്ട്. جعل المراد بالجمة هنا الوفرة تجوزا وهذا مبني على أن الجار والمجرور متعلق بالجمة ولو جعل متعلقا بعظيم لم يحتج لذلك لأن العظيم كثير من جمته يصل إلى شحمة أذنيه. رسول الله ജുമ്മത്തിൽ നിന്നും തിങ്ങിയത് റസൂലുള്ളാഹിന്റെ ആ ജുമ്മത്തിൽ നിന്നും തിങ്ങിയത് യസിലു ഇലാ ഷഹമത്തി ഉദ്നൈഹി, രണ്ട് ചെവിയുടെ തൊട്ടി വരെ ചേരും. വമാ നസല അൻഹ, ചെവിത്തൊട്ടിയെ തൊട്ട് ഇറങ്ങിയ മുടി ഇരൽ മങ്കിബൈനി, ചുമരു വരെ ഉള്ളത് യകൂനു ഖഫീഫൻ, അത് നേരിയ മുടിയാണ്. അലൽ ആദത്തി മിൻ അന്ന ശഅറ കുല്ലമാ നസല ഖഫ, മുടി താഴേക്ക് ഇറങ്ങുന്തോറും നേരിയതാകുമെന്ന പതിവനുസരിച്ച് രണ്ട് ചെവിത്തൊട്ടിയെ തൊട്ട് ഇറങ്ങിയ മുടി നേരിയതാണ്, ചെവിത്തൊട്ടി വരെയുള്ളത് തിങ്ങിയതുമാണ്. അങ്ങനെ വെച്ചാൽ പിന്നെ ഈ ജുമ്മത്തിന് അതിന് ഹഖീഖിയായ മായന തന്നെ വെക്കാവുന്നതാണ് എന്ന് ബാജൂരി 18 പറയുന്നുണ്ട്. അതേ വിഷയം ജമുൽ വസായിലിന്റെ 1:17 കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ജമുൽ വസായിലില് ഇലാ ഷഹമത്തി ഉദ്നൈഹി എന്നുള്ളത് അത് സിഫത്താക്കുക ജുമ്മത്തിന്. തഖ്ദീരി അൽ വാസിലത്തി, അൽ വാസിലത്ത് എന്ന് അൽഫാം കൊടുത്ത് സംഘടിപ്പിക്കുക. അപ്പൊ അൽ ജുമ്മത്തിൽ വാസിലത്തി ഇലാ ഷഹമത്തി ഉദ്നൈഹി, അദീമൽ ജുമ്മത്തിൽ വാസിലത്തി ഇലാ ഷഹമത്തി ഉദ്നൈഹി. അപ്പൊ രണ്ട് ഷഹമത്ത് ഉദ്ന് വരെ ചേർന്ന മുടി തിങ്ങിയത്, അല്ലെങ്കിൽ ഹാലാക്ക ഐ വാസിലത്തൻ ഇലാ ഷഹമത്തി കുല്ലി വാഹിദിൻ ഉദ്നൈഹി. അപ്പൊ അങ്ങനെയും അവിടെ അർത്ഥം കൊടുക്കാൻ പറ്റും. ഇനി ഹദീസിന്റെ ബാക്കി, അലൈഹി, റസൂലുള്ളാഹിന്റെ മേലുണ്ട് ഹുല്ലത്തുൻ ഹംറ, ചുവന്ന ഒരു ഹുല്ലത്തുണ്ട്. അലൈഹി ഹുല്ലത്തുൻ ഹംറ, ചുവന്ന, ശരീരം മുഴുവൻ മറക്കുന്ന ഒരു വസ്ത്രമുണ്ട്, ചുവന്നത്. മാ റഅയ്തു ശൈഅൻ ഖത്തു അഹ്സന മിൻഹു, റസൂലുള്ളാഹിനേക്കാൾ ഭംഗിയുള്ള ഒരൊറ്റ വസ്തുവിനെയും തീരെ തന്നെ ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ അത്ര ഭംഗിയുള്ള
അതിനേക്കാൾ ഭംഗിയുള്ളത് അല്ലെങ്കിൽ അത്ര ഭംഗിയുള്ള ഒരു വസ്തുവിനെയും തീരെ ഞാൻ കണ്ടിട്ടില്ല. ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ അത് സൗബാനി, രണ്ട് വസ്ത്രമാണ്. ഔ സൗബുൻ, അതല്ലെങ്കിൽ ഒരു വസ്ത്രം. ലഹു ളിഹാറത്തുൻ വ ബിതാനത്തുൻ, അതിനക്ക് ലൈനിങ് ഉണ്ട്. ഈ വസ്ത്രത്തിനുള്ളിൽ വെച്ചടിക്കുന്ന തുണിയാണ് ബിത്താനത്ത്. അപ്പോ ആ ഒരു വസ്ത്രമാകുമ്പോ അതിനക്ക് ഒരു മേൽവസ്ത്രം വേറെ, അതല്ലെങ്കിൽ ഒരു ലൈനിങ് അതിന്റെ മേലെ വെച്ചടിച്ചത്, അതല്ലെങ്കിൽ രണ്ട് വസ്ത്രം. വലായുസ്തർത്തു അൻ യകൂന സൗബാനു മിൻ ജിൻസിൻ, ഈ രണ്ടു വസ്ത്രവും ഒരേ വർഗത്തിൽപ്പെട്ടതാകണം എന്നില്ല. ഇതിനാണ് ഹുല്ലത്ത് എന്ന് പറയാം. വേറെ ചില അർത്ഥം ഹുല്ലത്തിന് വേറെയും നിർവചനം കൊടുത്തിട്ടുണ്ട്. ഏറെക്കുറെ ഇതിനോട് സദൃശ്യമായ നിർവചനം തന്നെയാണ്. അൽ ഹുല്ലത്തു ബിദ്ദമ്മി ഇസാറും വരിദാഉൻ, അരയുടുപ്പും ഒരു മേൽത്തട്ടവും കൂടിയതിനാണ് ഹുല്ലത്ത് എന്ന് പറയുക. വലായക്കൂന് ഹുല്ലത്തൻ ഇല്ലാ മിൻ സൗബൈൻ, ഹുല്ലത്താവണമെങ്കിൽ രണ്ട് വസ്ത്രത്തിനാലാവണം. ഔ സൗബിൻ ലഹു ബിതാനത്തുൻ, അല്ലെങ്കിൽ ഒരു വസ്ത്രം പക്ഷെ അതിനൊക്കെ ഒരു ലൈനിങ് ഉണ്ടാവും. ഇർഷാദു സാരി 6:38 ഞാൻ പറയുന്നുണ്ട്. ബാജൂരി 18. ഹിയ ഇബാറത്തുൻ അൻ സൗബൈനി മിനൽ യമനി ഫിഹാ ഖുതൂത്തുൻ ഹുംറുൻ വഹൂറുൻ, പച്ചയും ചുവപ്പും വരകളുള്ള യമനിൽ നിന്നുള്ള രണ്ട് വസ്ത്രമാണ്. യമനിൽ നിന്ന് കൊണ്ടുവരുന്ന രണ്ട് വസ്ത്രമാണ് അത്. അല്ലാതെ ലാ അന്നഹു അഹ്മറു ബഹ്തുൻ, കലർപ്പില്ലാത്ത ചുവപ്പ് എന്നല്ല അർത്ഥത്തിൽ അങ്ങനെ വിശദീകരണം കൊടുക്കുന്നത്. വെറും ഒരു കലർപ്പില്ലാത്ത വെറും ചുവപ്പ് എന്നല്ല, ചുവപ്പും പച്ചയും വരകളുള്ള രണ്ട് വസ്ത്രം. അതുപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി ശറഹ് മുസ്ലിമിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഹുല്ലത്തു ലാ തകൂനു ഇല്ലാ സൗബൈനി വയകൂനു ഗാലിബൻ ഇസാറൻ വരിദാ, രണ്ട് വസ്ത്രത്തിനാലാണ് ഉണ്ടാവുക. മിക്കവാറും അത് ഒരു അരയുടുപ്പും ഒരു മേൽത്തട്ടവും കൂടിയതേക്കാരം. വഖാല അബൂ ഉബൈദ് അൽ ഹുലലു ബുറൂദുൽ യമനി വൽഹുല്ലത്തു ഇസാറുൻ വരിദാഉൻ വലാ തുസമ്മാ ഹുല്ലത്തൻ ഹത്താ തകൂന സൗബൈനി മിൻ ജിൻസി വാഹിദിൻ, ഒറ്റ വർഗത്തിന്റെ രണ്ട് വസ്ത്രത്തിനാലാവുമ്പോഴാണ് അത് ഹുല്ലത്താകുക. അപ്പോൾ ആ പേര് പറയുള്ളൂ. ഇഫ്റാദുൽ വസ്ഫി ഇമ്മാ ബിന്നദ്രി ഇലാ ലഫ്ദുൽ ഹുല്ലത്തി, ഹുല്ലത്ത് എന്നുള്ള ലഫ്ദുകൾ നോക്കിയിട്ടാണ് മുഫ്രദായിട്ട് അതിന് വസ്ഫ് പറഞ്ഞത്. അതല്ലെങ്കിൽ ഔ ബിന്നദ്രി ഇലാ അന്ന സൗബൈനി ബി മൻസിലത്തി സൗബിൻ വാഹിദിൻ, ഈ രണ്ട് വസ്ത്രവും ഒറ്റ വസ്ത്രത്തിന്റെ സ്ഥാനത്താണെന്നുള്ളതിലേക്ക് നോക്കിയിട്ട് സത്രിൽ ബദനി, ശരീരം മറക്കാൻ രണ്ട് കൊള്ളയും ആവശ്യമാകുന്നുണ്ട്. ഔലിയൻ ജിൻസി വാഹിദ്, അല്ലെങ്കിൽ ഇത് രണ്ടും ഒറ്റ വർഗത്തിൽപ്പെട്ടതായതുകൊണ്ട് പിന്നെ മുഫ്രദ് കൊണ്ട് വസ്ഫ് പറഞ്ഞതാണ്. വസ്ഫിനെ അങ്ങനെ മുഫ്രദാക്കിയതാണ്. ഹുല്ലത്തുൻ ഹംറാ എന്നല്ല കൊടുത്തത്, ഹംറാ ആനി എന്ന് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ തസ്നിയാക്കാതെ മുഫ്രദായിട്ട് കൊണ്ടുവന്നത് ഈ ഹുല്ലത്ത് എന്നുള്ളത് ഈ രീതിയിലൊക്കെ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. ജമുൽ വസാഇൽ 1:18. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തറാ ഹുല്ലത്തൻ, റസൂലുള്ളാഹി ഒരു ഹുല്ലത്തിനെ വാങ്ങി ബി27 നാഖത്തൻ, 27 ഒട്ടകത്തിനെ നൽകിയിട്ടാണ് വാങ്ങിയത്. അങ്ങനെ പലരും സഹാബത്ത് റസൂൽ ധരിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി, ഇബ്നു ഹിബ്ബാനും മറ്റുള്ള ഇമാമുകളുടെയൊക്കെ വഴിയിലൂടെ
പുറപ്പെടുവിച്ച ഹദീസിൽ പറയുന്നുണ്ട്. ബാജൂരി 18, മുനാവി 1:19 അങ്ങനെ കാണാം. അപ്പൊ റസൂലുള്ളാഹി ഇത്രയും വില കൊടുത്തിട്ടാണ് അത് മേടിച്ചിട്ടുള്ളത്. ഞാൻ ഒരു വസ്തുവിനെയും കണ്ടിട്ടില്ല തീരെ തന്നെ അഹ്സനമെന്നു റസൂലുള്ളാഹിനേക്കാൾ ഭംഗിയുള്ളതായിട്ട്. മിനൽ മഖ്ലൂഖാത്തി എന്ന് ജംഉൽ വസായിലിൽ കൊടുത്തിട്ടുണ്ട്. പടപ്പുകളിൽ നിന്ന് റസൂലുള്ളാഹിന്റെ അത്ര ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. ബൽ ഹുവ അഹ്സനു മിൻ കുല്ലി ഷൈഇൻ. റസൂലുള്ളാഹിയാണ് എല്ലാ വസ്തുവിനേക്കാളും ഏറ്റവും ഭംഗിയുള്ളത്. ഇവിടെ ഷൈഅൻ എന്ന് പറഞ്ഞത് ഇൻസാനൻ എന്ന് പറയാതെ ലിയശ്മല ഗൈറൽ ബശരി, മനുഷ്യരല്ലാത്തതിനെയും കൂടി ഉൾപ്പെടുത്തണം. കശംസി വൽ ഖമരി, ഷംസ് ഖമർ പോലെയുള്ള മനുഷ്യരല്ലാത്ത സകല വസ്തുക്കളെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഷൈഅൻ എന്ന് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. വഖദ് സറഹു, നിശ്ചയം ഫുഖഹാ വ്യക്തമാക്കുന്നു, അന്ന മിൻ കമാലിൽ ഈമാൻ, ഈമാനിന്റെ പൂർണതയിൽപ്പെട്ടതാണ് ഇഅ്തിഖാദ അന്നഹു ലം യജ്തമിഅ, വിശ്വസിക്കൽ. എന്ത്? ലം യജ്തമിഅ ഫീ ബദനി ഇൻസാനിൻ, ഒരു മനുഷ്യന്റെയും ശരീരത്തിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല മിനൽ മഹാസിനി ളാഹിറത്തി, ളാഹിറത്തായ മഹാസിനുകളാൽ, പ്രത്യക്ഷത്തിൽ കാണുന്ന നല്ല കാര്യങ്ങളാൽ, മജ്തമഅ ഫീ ബദനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരുമിച്ച് കൂടിയ. അപ്പൊ ബാഹ്യമായ ഭംഗികളിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരുമിച്ച് കൂടിയ പോലെ ഒന്നും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല. ഇനി അതിനേക്കാൾ പൂർണ്ണമായതും അതിനോട് സമമായതുമില്ല. അതോടുകൂടെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും റസൂലുള്ളാഹിന്റെ പൂർണ്ണമായ ഭംഗി പ്രകടമായി കാണുന്നില്ല. ഇല്ല, അങ്ങനെ പ്രകടമായി കാണുകയാണെങ്കിൽ ലമാ താഖത്തുൽ അഅ്യുനു റുഅ്യതഹു, ലോകത്തുള്ള കണ്ണുകൾക്കൊന്നും അതിനെ കാണാനുള്ള താക്കത്ത് ഉണ്ടാകുമായിരുന്നില്ല. അതാണ് റസൂലുള്ളാഹിന്റെ ആ ഭംഗി പുറത്തേക്ക് വരാത്തതിന്റെ കാരണം. കാരണം പുറത്തേക്ക് എല്ലാവരും കാണുന്ന വിധത്തിലാണെങ്കിൽ കാണാനുള്ള താക്കത്ത് കണ്ണുകൾക്ക് ഉണ്ടാവില്ല എന്നാണ് ഇമാമുകൾ വ്യക്തമാക്കുന്നത്. ബാജൂരി 18, 19 പേരുകളിൽ, മുനായി 1:18. ഖത്തു എന്ന് പറഞ്ഞ അവിടെ ഖാഫിന് ഫത്ഹ കൊണ്ട് വളമ്മി തായിൽ മുശദ്ദദത്തി, ത്വായിന് വമ്മ കൊണ്ട് ശബ്ദമുള്ള ത്വാ ആണ്. ചിലപ്പോ ഈ വമ്മാക്കപ്പെട്ട ത്വായിനെ ഖഫീഫയാക്കും. ഖത്തു എന്ന് പറയും. വഖത്തുളമ്മുൽ ഖാഫു ഇത്തിബാഇൽ വമ്മത്തി തായിൽ മുശദ്ദദത്തി അവിൽ മുഖഫഫത്തി. ത്വായിനെ ശ്രദ്ധ കൊടുക്കാൻ ഉപയോഗിച്ചാലും ശ്രദ്ധ ഇല്ലാതെ ഉപയോഗിച്ചാലും ആ ലമ്മായി കൊടുക്കുമ്പോൾ ലമ്മിനോട് തുടർത്തിയിട്ട് കാഫിനും ലമ്മ് ചെയ്യലുണ്ട് ചിലപ്പോ. അപ്പൊ കുത്തു അല്ലെങ്കിൽ കുത്തു എന്ന് പറയുന്നുണ്ട്. വജാഅത്ത് സാക്കിനത്തെ ത്വാഇ, ഖത്ത് എന്ന് ത്വാഇന് സുക്കൂനായിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ആദി ഹംസു ലുഗാത്തിന് ഖത്ത് എന്നുള്ളത് 5 വിധത്തിൽ പ്രയോഗിക്കാം. വല്ല അശ്റു മിന്നൽ ലൂല, അതിൽ മഷ്ഹൂറായത് ഒന്നാമത്തെ തന്നെ ഖത്തു എന്നുള്ളതാണ് മഷ്ഹൂറായത്. ബാജൂരി പേജ് 18. അടുത്ത ഹദീസ് حدثنا محمود بن غيلان قال حدثنا وقيع قال حدثنا سفيان عن ابي اسحاق عن البراء بن عازب قال അവർ പറയാണ് ما رأيت من ذي ذمة في حلة حمراء أحسن من رسول الله صلى الله عليه وسلم له شعر يضرب منكبيه
ബഈദു മാ ബൈനൽ മങ്കിബൈനി ലം യകുൻ ബിൽ ഖസീരി വലാ ബിൽ ത്വീലി. മുമ്പ് പറഞ്ഞതിന്റെ ഒരു സംഗ്രഹണം എന്ന രൂപത്തിൽ മനസ്സിലാക്കിയാൽ മതി ഈ ഹദീസിനെ. മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല, മിൻ ദീ ലിമ്മത്തിൻ ഫീ ഹുല്ലത്തിൻ ഹംറാ, ലിമ്മത്ത് ഉടയതായ, ആ ലിമ്മത്ത് എന്ന ആ മുടി ഉടയതായവരിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെ ഫീ ഹുല്ലത്തിൻ ഹംറ, ആ ചുവന്ന ഹംറ, ഹുല്ലത്തിലായ നിലക്ക്. ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ പിന്നെ രണ്ട് വസ്ത്രം, അരയുടുപ്പും ഒരു മേൽത്തട്ടവും പച്ചയും ചുവപ്പും വരകളുള്ളത് റസൂലുള്ള പുതച്ചാൽ, അതോടൊപ്പം റസൂലുള്ളാഹിന്റെ മുടി ലിമ്മത്തിന്റെ ആ അവസ്ഥയിലും കൂടി ആവുക. അങ്ങനെ വരുമ്പോ റസൂലുള്ളാഹിന്റെ ഭംഗി അപാരമായ ഭംഗിയായിരിക്കും. അങ്ങനെ ഈ ചുവന്ന ഹുല്ലത്തിലായി ലിമ്മത്ത് ഉടയവരിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെക്കാണ് ഏറ്റവും ഭംഗിയുള്ളവരായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ലഹു ഷഅറുൻ, റസൂലുള്ളാഹിക്കുണ്ട് ഷഅറുൻ, മുടിയുണ്ട്, യളീബു മങ്കിബൈനി, ആ മുടി രണ്ട് ചുമരിലേക്ക് ചേരും. യളീബു എന്ന യസിലു എന്നർത്ഥം. ബഈദു മാ ബൈനൽ മങ്കിബൈനി, രണ്ട് ചുമലിന്റെ ഇടയിൽ മുതുകിന്റെ മേൽഭാഗത്തുള്ള ഭാഗം വീതിയുള്ളവരായിരുന്നു. ലം യകുൻ ബിൽ ഖസീരി വലാ ബിൽ തവീലി, റസൂലുള്ളാഹി കുറിയവരോ നീളമുള്ളവരോ അധികം നീണ്ടവരോ അല്ല. മാ റഅയ്തു സാഹിബ ലിമ്മത്തിൻ ഹാല കൗനിഹി ബി ഹുല്ലത്തിൻ ഹംറാ, മിന്നിവിടെ സായിദയാണ്, ഉമൂമിനെ തൽക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ചുവന്ന ഹുല്ലത്തിലായി ലിമ്മത്ത് ഉടയവരെ ഞാൻ കണ്ടിട്ടില്ല. വൽ മുറാദു ബിൽ ലിമ്മത്തി ഹുനാ മാ നസല അൻ ശഹമത്തിൽ ഉദിനി വവസല ഇലൽ മങ്കിബൈനി, രണ്ട് ചെവിയുടെ തൊട്ടിയെ തൊട്ട് ഇറങ്ങി ചുമലിലേക്ക് ചേർന്നത് എന്നാണ്. അപ്പോ ആ നിലക്ക് ഏറ്റവും ഭംഗിയുള്ള, റസൂലുള്ളാഹിനേക്കാൾ ഭംഗിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് ഈ ഹദീസിന്റെ ആശയം. മുമ്പ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇതിലുള്ളത്. അതിന്റെ വിശദീകരണങ്ങളൊക്കെ മുമ്പ് പറഞ്ഞത് കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല.